നുസ്രത് ജഹാൻ, ഇപ്പോൾ നോക്കൂ, അരമണിക്കൂർ പിന്നിട്ടു നമ്മുടെ ചർച്ച. ഈ ചർച്ചയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മാത്രമല്ല, ഈ വിഷയം നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആരാണ് ഉഡായിപ്പ് കാണിച്ചത്? ഇപ്പോൾ സത്യം പുറത്തു വന്നപ്പോൾ പലർക്കും പൊള്ളുകയാണ്. അതാണ് ചോദിച്ചത്, എങ്ങനെ ഇത് ലീക്ക് ചെയ്ത് കിട്ടി? ഇതൊക്കെ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ? കെട്ടുകഥകൾ അല്ലെങ്കിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നല്ലോ മനാഫിനെയും കൂട്ടുപിടിച്ച്. യൂട്യൂബർമാരെ, വേറെ ഒരാളുടെ പേരും കൂടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് MD സമീറിനെ കുറിച്ചും പരാമർശം ഉണ്ടായതില്ല. അപ്പോൾ അന്വേഷണം പൂർത്തിയായിട്ടൊന്നുമില്ല. അന്വേഷണം മനാഫിലോട്ട് വരും, മനാഫിൻ്റെ കൂടെ നടക്കുന്ന വിനോദ് മേക്കോത്തിലേക്കും വരും. അതൊക്കെ കാത്തിരുന്ന് കാണാം. അന്വേഷണം പൂർത്തിയായിട്ടില്ല. നേരത്തെ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ആദ്യഘട്ട കുറ്റപത്രമാണ് കൊടുത്തത്. ഇതിൽ 6 പ്രതികൾ, തിമ്മയ്യ ഉൾപ്പെടെ, നിങ്ങളുടെ സ്വന്തം തിമ്മയും അതുപോലെ മനാഫിൻ്റെ കസ്റ്റഡിയിലുള്ള സുജാത പട്ടക്ക് ഉൾപ്പെടെ 6 പ്രതികൾ. ഇനി വരും, പ്രതികൾ വരും. ഇത് ശ്രീമതി നുസ്രത് ജഹാൻ, ഇതിലൊരു ഒരു 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 അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ അൽ ജസീറയുടെ പ്രതിനിധി ഇവിടെ ധർമ്മസ്ഥലയിൽ എത്തിയത്. നമ്മുടെ നാഷണൽ ചാനൽസ്, ദേശീയ മാധ്യമങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. മലയാളത്തിലെ മാധ്യമങ്ങൾക്കായിരുന്നു വലിയ താല്പര്യം. ധർമ്മസ്ഥലയിൽ എന്തോ വലിയ ഇത് സംഭവിക്കുന്നു, എന്തോ അവിടെ ഇങ്ങനെ പെൺകുട്ടികളെ, സ്ത്രീകളെ ഒക്കെ കൊന്ന് തള്ളി, അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അവരുടെ മൃതദേഹം അടക്കം ചെയ്തു. ഇതൊക്കെ കുട്ടിഘോഷിച്ചാണ് വാർത്ത കൊടുത്തത്. പക്ഷേ അതിനുശേഷം ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. വലിയ പാപമാണ് ചെയ്തത്. ആ പാപം കഴുകിക്കളയാൻ ഏറ്റവും ചുരുങ്ങിയ വർഷം തിമ്മയ്യ ജയിൽ മോചിതനായ വാർത്തയെങ്കിലും കൊടുക്കണ്ടേ? ഈ തിമ്മയെ ഹീറോ ആക്കിയിട്ടായിരുന്നല്ലോ ഇവരൊക്കെ വാഴ്ത്തിപ്പാടിയത്. അതെ, ഇന്ന് ഹീറോന്റെ ന്യൂസ് ആകെ ഒരു ഇംഗ്ലീഷ് പത്രങ്ങളും മിക്കതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരാദ്യം ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് എല്ലാ ന്യൂസുകളും ഇപ്പൊ നമ്മൾ കാണുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പൊ ജനൻ ടിവിനെ കുറ്റം പറയണ, ഇപ്പൊ ഏതെങ്കിലും ഒരു ന്യൂസ് അതിൽ സത്യമില്ലാതെ ജനൻ ടിവിക്ക് പോയി അവിടെ അത് തെറ്റിതിരുത്തി, പിന്നെ കോടതിയൊന്നും ഇടപെടുന്നില്ലല്ലോ ജനൻ ടിവി. വേറെ സ്റ്റേറ്റിൽ നടക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സെലബീന്റെ കാര്യം പറഞ്ഞപ്പോ 12 മണിക്കൂർ കൊണ്ട് അതിനെ ലൈസൻസ് ക്യാൻസൽ ആക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. അന്ന് ആ റിപ്പോർട്ട് പറഞ്ഞപ്പോ നമ്മളെ ആക്രമിച്ചു. ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇതേപോലെയായിരുന്നു ജനൻ ടിവി റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അൽ ജസീറക്ക് എങ്ങനെ ഈ ന്യൂസ് കിട്ടി ഇത്ര പെട്ടെന്നുള്ളതാണ് നമ്മളൊക്കെ അത് ആ ഒരു വിഷയത്തെ കണ്ടത്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന, അതും കർണാടകയിൽ നടക്കുന്ന ഒരു ടെമ്പിൾ വിഷയം ത്തിന്റെ അടുത്ത് പറഞ്ഞ യൂട്യൂബേഴ്സ് പറഞ്ഞ ഒരു ന്യൂസിന് എത്രയോ ന്യൂസുകൾ അൽ ജസീറ വിട്ടുപോയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഒന്നും കാണാതെ ഈ ഒരു ന്യൂസ് കൊടുക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റും ബാക്കിയുള്ള നാഷണൽ മാധ്യമങ്ങളും NIA പോലത്തെ ഏജൻസികളും ഇതിനു വേണ്ടിയിട്ട് പിന്നെ നിരീക്ഷണത്തിൽ വന്നത്. അതുകൊണ്ടാണ് അവർ ചെയ്തതായാലും നന്നായി. എപ്പോഴും ഇവരെന്ത് ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന് ഗുണമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവര് ഇത് പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബേഴ്സ് വന്ന് അവർ പറയുന്ന, അവർ കമ്മിറ്റി ഉണ്ടാക്കുന്ന കേരളത്തിൽ നിന്ന് പോയിട്ടാണ് ഇവർ അവിടെ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പൊ പിന്നെ കർണാടകയിൽ ഇരിക്കുന്നത്. കർണാടകയിൽ എന്താ ജനങ്ങളില്ലേ, അവിടെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോ ആ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അടക്കം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിദേശ കൈകൾ കടത്തിയ ഒരു കൈ ഇതിൽ വന്നിട്ടുണ്ട്. അത് ഇവിടെ വിദേശ കൈകളോട് നമ്മുടെ രാജ്യത്തെ ലോക്കൽസ് വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിത് പിന്നെ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവര് ഈ ലോക്കൽ ജനങ്ങളിലേക്ക് ഈ ഇൻഫ്ലുവൻസർമാര് വളരെയധികം അറ്റാച്ച്ഡാ. എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത്, പണ്ട് ഇതുപോലെ ബന്ധങ്ങളില്ല. അപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള തീവ്രവാദി സംഘടനകളും ഡ്രഗ്സ്, മാഫിയ എല്ലാം, പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇതിന്റെ ഒക്കെ പിറകില് ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒരു വിദേശ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കുന്ന, എന്നും ഈ രാജ്യത്തിന്റെ സുരക്ഷ എന്നും തകർപ്പണമാക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ ശക്തികളായിരുന്നു. വിദേശ ശക്തികളുടെ പിന്നെ തീവ്ര ശക്തികളാണെന്നുള്ളത് നമുക്ക് പണ്ട് മുതലേ അറിയാം. അതിപ്പോ അത് കൂടിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാരും കൈവിട്ടു പോകും. ഇപ്പൊ പറയുന്ന മാധ്യമ പ്രവർത്തകനൊന്നും ഇസ്ലാമിസ്റ്റ് അല്ല.
പിന്നെ പഹൽഗാമില് മുണ്ടുപൊക്കി കൊന്നപ്പോ മതം ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ മതം മാറി പോയോന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ വരുമ്പോ ഒരു സംഭവമുണ്ട്. ഹിന്ദു ധർമ്മങ്ങളെ പണ്ടത്തെ അതേ സ്റ്റൈലിൽ എങ്ങനെയാണോ ഇവിടെ മറ്റ് പിന്നെ എന്താണ് മുഗൾ ശക്തികൾ വന്ന് അവര് വന്ന് കീഴടക്കിയപ്പോൾ ഉണ്ടായ അതേ സ്റ്റൈലിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഓരോന്നിന്റെ മേലെ ഇവര് ഓരോ അജണ്ട വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ധർമ്മത്തിന് തകർക്കുക ഇവിടുത്തെ പിന്നെ ആരാധനാലയങ്ങളെ എല്ലാതെ എങ്ങനെ അൽ ജസീറ മാത്രം എന്താ NDTV ഇതാക്കാഞ്ഞ? NDTV ഇന്ത്യയിൽ വന്ന് പലതും ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അൽ ജസീറക്ക് മാത്രം ഇങ്ങനെ കിട്ടി. അൽ ജസീറ ആരാണ്? ബ്രദർഹുഡിന് അത് ഒരിക്കലും സമയത്തില്ല. ചെലവാവുന്ന കാലാണ്. നിങ്ങളത് ചെലവാവുന്നില്ല. നിങ്ങളത് വിനോദ് എന്തിനാ അൽ ജസീറയെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥനാവുന്നത്? എന്തിനാ പേടിക്കണ? വിനോദിനും അൽ ജസീറക്ക് തമ്മിൽ എന്താ ബന്ധം? അല്ല, അൽ ജസീറയെ കുറിച്ച് പറയുമ്പോ അല്ല വിനോദിന് എന്തിനാ പൊള്ളുന്നത്? നിങ്ങളാണോ കൊണ്ടുവന്നത് അൽ ജസീറയുടെ പ്രതിനിധിയെ? നിങ്ങളാണോ മനാഫ് വഴി കൊണ്ടുവന്നത്? അൽ ജസീറയുടെ റിപ്പോർട്ടർ നിങ്ങളാണോ കൊണ്ടുവന്നത് വിനോദെ? ആരെ കുറിച്ച് പറഞ്ഞ? തിന്മയെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ പൊള്ളും, അൽ ജസീറയെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ വിരോധത്തിന് പൊള്ളും. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്നേ, നിങ്ങളിലേക്ക് വരുമല്ലോ. നിങ്ങളെന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ വെപ്രാളം കാണിക്കുന്നത്? പറയട്ടെ, ഡോക്ടർ നുസ്രത്ത് ജഹാന്റെ കൂടാണ്. പറയട്ടെ. നിങ്ങളത് ഡൈവേർട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഖത്തറിന്റെ ആണെങ്കിൽ ഖത്തറിൽ പോയിട്ട് എന്തിനാണ് ഇസ്രായേലിന്റെ ആ വിഷയത്തെ കുറിച്ച് അല്ല, നിങ്ങളുടെ ശബ്ദം മ്യൂട്ട് ചെയ്യേണ്ടി വരും വിനോദ്. ഇങ്ങനെ നിങ്ങൾ കയറി സംസാരിക്കുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യേണ്ടി വരും പ്ലീസ്. അദ്ദേഹം പറഞ്ഞ കേട്ടോ, ഖത്തറിന്റെയാണ്. ഖത്തർ ഓക്കെ, ഖത്തർ എന്നുള്ള രാജ്യം നമ്മളോടൊക്കെ സഹകരിക്കുന്നത്. പക്ഷെ ഖത്തറിൽ കുടിയിരുത്തിയിരിക്കണ തീവ്രവാദികളുടെ പോയി അറ്റാക്ക് ചെയ്തപ്പോ എന്താ ഉണ്ടായേ? അറ്റാക്ക് ചെയ്യാൻ കാരണം എന്താ? അപ്പൊ ആരും മിണ്ടാണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴും പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക രാജ്യത്തെ ഇസ്രായേൽ ആക്രമിച്ചു. ഖത്തറിലെ ഒരാളുടെയും ഒരു സ്ഥലത്തും ഒരു സിവിലിയനും അറ്റാക്ക് ചെയ്യാതെ ബ്രദർഹുഡിനെ മാത്രം അറ്റാക്ക് ചെയ്തു. ഈ അൽ ജസീറ ആരാണ്? അൽ ജസീറ മൗദൂദിന്റെ ഏറ്റവും ഹെഡ് ഖത്തറില് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അത് ആരാ നടത്തുന്നത്? ഖത്തർ ഗവൺമെന്റ് ഇല്ല. ഖത്തർ ഗവൺമെന്റിന് അതിന് ഒരു ബന്ധവുമില്ല. ഖത്തർ ഗവൺമെന്റ് ഒന്നും ഇതിന് സഹകരിക്കില്ല. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ പോലെ തന്നെ കുറെ ഇസ്ലാമിക നല്ല മനുഷ്യർ ഇതിലൊക്കെ പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ കാര്യം പറയണ്ട പറഞ്ഞ ഖത്തർ ഷേഖിന്റെ നിങ്ങളൊക്കെ ഭാരതത്തിലെ മുസ്ലിം അൽ ജസീറ ചർച്ചാ വിഷയം തന്നെയാണ്. എങ്ങനെ അൽ ജസീറ നമ്മളെ നാട്ടിലത്തെ ഒരു കാര്യം വേറെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഹിന്ദു ക്ഷേത്രം മാത്രമെന്ന് എന്തുകൊണ്ട് പഹൽഗാമിന്റെ ന്യൂസ് വന്നിട്ടില്ല? പഹൽഗാം ന്യൂസ് വന്നപ്പോ നിങ്ങളൊന്നും എന്താണ് ഒരു പള്ളിയിലോ ഒന്നിലോ നിങ്ങൾ പിന്നെ എന്തല്ല നിങ്ങളിപ്പോ ഒരേ കൂട്ടത്തിലേ എനിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു ഇസ്ലാമിക് സംഘടനകളും ഒരു പണ്ഡിതനും അതിനെ പറ്റിയിട്ട് പറയാണ്ടിരുന്നത് എന്താണ്? അതിനുവേണ്ടി 100 ആള് മരിച്ചു. ഇപ്പൊ ഒരു സൗജന്യം മാത്രമേ ഉള്ളൂ അല്ലെ? 100 ആളെ ശവം കത്തിച്ച ആളാണ്, കുഴിച്ചിട്ട ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആള്. അപ്പോ ഇന്നിപ്പോ അത്രേ കഥ പറയാനുള്ളൂ നിങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കണേ? നിങ്ങൾ കഥ പറയാമെന്നറിയാം. ഞങ്ങൾ നരേഷൻ തന്നെ ശരിയാ. ഞങ്ങൾ നരേഷൻ ശരിയായതുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്നത്. ഓരോ സംഗതികളും ബോംബെ അറ്റാക്ക്, ഇപ്പൊ ചിദംബരം ഇപ്പൊ എന്താ ലാസ്റ്റ് പറഞ്ഞ ബോംബെ അറ്റാക്ക്, താജ് അറ്റാക്കിനെ പറ്റി തീവ്രവാദിയാക്കാൻ കോൺഗ്രസ് പോയി തിരിച്ചടിക്കാൻ സമ്മതിച്ചില്ല. അതിലുള്ള വലിയൊരു മന്ത്രി നമ്മളോട് പറഞ്ഞല്ലേ, വിളിച്ചു പറഞ്ഞു. എന്താ സംഭവിച്ചേ? അജ്മൽ കസബിന്റെ കയ്യിലെ ചരട് കണ്ടിട്ട് സംഖ്യയാക്കാൻ നോക്കിയിട്ടില്ലേ? അതൊന്ന് വായിച്ചു നോക്കണോ? പിന്നെ ഇവിടുത്തെ NIA റോ പോലത്തെ ഉദ്യോഗസ്ഥന്മാരെ ഡയറികളിൽ എഴുതി വെച്ച കഥ ഇപ്പൊ ഒരു സിനിമ ഒറിജിനൽ, അതിന്റെ ഒറിജിനൽ ഡയലോഗ്സ് സൗണ്ട് അടക്കം ദുരന്തർ പറഞ്ഞ ഒരു സിനിമ രൺബീർ കപൂറിന്റെ. എല്ലാരും വാച്ച് ചെയ്യണത്. കാരണം അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് വെറും കഥയല്ല. അപ്പൊ അത് ഇന്ത്യൻ സ്റ്റോറി, അല്ലെങ്കിൽ സംഗീ സ്റ്റോറി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇത് പിന്നെ മുസ്ലിങ്ങളെ തകർക്കാം. നിങ്ങൾക്ക് ഇവിടെ മാത്രം മാറിപ്പോവും. പണ്ടുള്ള സിനിമകളിൽ പോയാലേ ഈ റീല് അതൊക്കെ പറയും. പണ്ട് സിനിമകളിൽ സാരല്ല, അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അല്ല, അതുകൊണ്ട് ആ ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടെങ്കിൽ ആ അനുഭൂതി ലയിച്ചിരിക്കും കുറച്ച് സമയം പ്ലീസ്. അതെ, ആ പ്രത്യേക അനുഭൂതിയിൽ അങ്ങ് വിലയിച്ചിരിക്കും താങ്കൾ കുറച്ച് സമയം പ്ലീസ്.
ആ മാഡം ധർമ്മസ്ഥല എന്ന് ടോപ്പിക് പറഞ്ഞ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് ഓക്കെ പറയൂ. താങ്കൾ എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ എന്തിനാ എന്റെ കൈ കാണിക്കുക? ഒരു സ്ത്രീയോട് ഒരു അല്പം മര്യാദകൾ കാണിക്കുന്ന ഒരു പാനൽ ചർച്ചയിൽ ഇരിക്കാൻ ശ്രമിക്കും നിങ്ങള്. ധർമ്മസ്ഥല പറയുമ്പോ തന്നെ പറഞ്ഞ നിങ്ങളെ നരേഷ് നിങ്ങൾ ചെവി പോത്തിക്കളെ, നിങ്ങൾ ചെവി പോത്ത്. ഞാൻ എന്റെ പ്രേക്ഷകരോട് സംസാരിക്കണേ. നിങ്ങൾക്ക് കേൾക്കണ്ട, ഇത് പറയാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? കള്ളത്തരം മൂടാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാ തോറ്റ കൊഞ്ഞനം കാട്ടുക എന്നുള്ള സ്വഭാവമാണ് ഇപ്പൊ കാണിക്കുന്നത്. അതാണ് ആ കൊഞ്ഞനം കുത്തുന്നതിന് നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് പറയൂ. അപ്പൊ നമുക്ക് പറയാനുള്ള ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് പൈസ അധികം ഉണ്ട്, ശരിയാ. ആ പണം ഉപയോഗിച്ച് അവര് ഹോസ്പിറ്റലുകളോ പല സേവനങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റിനേക്കാൾ അധികം പല ക്ഷേത്രങ്ങളും ഉണ്ട് അതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്ന പോലെയല്ല മറ്റു പല സ്ഥലത്തും. അവർക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്, അതിന്റെ ട്രസ്റ്റികൾക്ക്. അപ്പൊ ഇത് നടക്കുമ്പോ സഹിക്കാൻ പറ്റില്ല. ഏക്കറ കണക്കിന് സ്ഥലം അവിടെ. അപ്പൊ ഈ കാട് 100 ആളെ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നാളെ ഗവൺമെന്റ് സീൽ ചെയ്ത് ഇവർക്ക് കൊണ്ടുപോവാം. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ നരേഷന്റെ ആൾക്കാരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ ചരിത്രം മുഴുവനും മാറ്റി എഴുതപ്പെട്ടാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന കൊള്ളൂ. അപ്പൊ നിങ്ങൾ പറയും അജ്മൽ കസബ് സംഖ്യയായിരുന്നു എന്ന്. ആരാന്ന് പിന്നെ കണ്ടുപിടിച്ചു? അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നപ്പോ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചു. ചെയ്യാൻ പാടില്ല പറഞ്ഞു. ബുക്ക് ഇറക്കി അരുന്ധതി റോയിനെ കൊണ്ട്. ഇന്ത്യന്റെ മതേതരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും. എന്ത് മതേതര? ഇവിടെ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് പിറന്ന് ജീവിച്ച ഈ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾക്കില്ലാത്ത എന്ത് മതേതരമുള്ളത്? മതം തന്നെയാണ് നിങ്ങളെയൊക്കെ വിഷയം. ഞങ്ങൾക്ക് മതം വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് അറബ് രാജ്യത്ത് പോയി പ്രധാനമന്ത്രി ഇത്രയും ആദരവ് വാങ്ങൂല മതം പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ. സംഘികൾക്ക് ഒരു കുഴപ്പമില്ല, സംഘികൾ വിദ്യാഭ്യാസം ഉള്ളവരാ. അതെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ. അവരതൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ വയ്ക്കുന്നത്. നിങ്ങൾ എത്ര വേണമെങ്കിലും വിളിച്ചോ, ചരിത്രം മാറ്റി എഴുതാനോ ഇനി ഒരു ധർമ്മത്തെ തകർക്കാനോ ഇവിടെ സാധിക്കില്ല.